ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് കുട്ടി കുട്ടി കാർഡ്ബോർഡ് പീസസൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സംഗതി ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു കളയല്ലേ. അപ്പോൾ അതേ നമ്മുടെ ഐറ്റത്തിന് വേണ്ടി നമ്മളിങ്ങനെ കുട്ടി കുട്ടി പീസസ് ആയിട്ട് നമ്മൾ ആ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് പെലിച്ചോൻ്റെ കീബോർഡ് വാങ്ങിയിരുന്ന അതിൻ്റെ കീബോർഡിൻ്റെ ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ബോക്സ് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഈ ആർക്കുകളൊക്കെ നമുക്ക് എടുത്തൊന്ന് ഒട്ടിച്ച് വെക്കാം. അതെ, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. ഒരു തെന്നലുള്ളിടം, ചരിവുള്ളിടം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കിടക്കുന്ന പോലെ ഇങ്ങനെ വെക്കുന്നു. അതിനുള്ളിലായിട്ട് നമ്മൾ പേപ്പർ വെച്ച് കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വോൾപുട്ടി ഫെവിക്കോളും വെള്ളവും ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ അതിന് മുകളിലായിട്ട് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വോൾപുട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. മറ്റേ നമ്മൾ ഫെവിക്കോളും വെള്ളവും കൂടെ മാത്രമായിട്ടായിരുന്നല്ലോ, അപ്പോൾ ഇത് നമ്മൾ വോൾപുട്ടിയും കൂടെ ചേർത്ത് ചെയ്യുന്നു. അപ്പോൾ കുറച്ചുകൂടെ കനം കിട്ടുമല്ലോ, രണ്ടാമത് എടുക്കാൻ പോകണ്ടെന്നുള്ള ഇതില്ല. പിന്നെ നമ്മൾ കുറച്ച് ചുള്ളിക്കമ്പ് എടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് ഈ ഉണ്ടാക്കിയ ആ ഒരു മിശ്രിതമില്ലേ, അത് വെച്ചിട്ട് മുക്കി ടിഷ്യൂ പേപ്പർ ഇതിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് ഉണക്കിയെടുക്കാം. പിന്നെ ഉണക്കിയെടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ കിട്ടും. അപ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ, രണ്ടും കൂടെ ആയതുകൊണ്ട്. അതിനുശേഷം നമുക്ക് ക്ലേ യൂസ് ചെയ്തിട്ട് ഈ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗത്തായിട്ട് ഒരു ഡോറ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവിടെ ഒന്ന് ഡോറ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടതായ വരകളും കുരകളും ഒക്കെ വരച്ച് വെക്കാം. പിന്നെ നമുക്ക് മുകളിലായിട്ട് ഈ കമ്പുകളുണ്ടായിരുന്നല്ലോ ഉണക്കാൻ വെച്ചിരുന്നത്, അതെടുത്ത് കുത്തി കൊടുക്കാം. ഈ വഴിയിലുള്ള സൈഡിൽ ഇതുണ്ടല്ലോ, ആ സംഗതിയുടെ പേരെനിക്കറിയത്തില്ല പെട്ടെന്ന്, അല്ലെങ്കിൽ ഒട്ട് കിട്ടുന്നുമില്ല. അതുകൊണ്ട് ആ സംഗതി ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടല്ലോ, അതങ്ങനെ കുത്തി കൊടുത്തിട്ട് നമുക്ക് ബാക്കി ക്ലേ എടുത്തിട്ട് മരം പോലെ സൈഡിൽ വെക്കാം. പിന്നെ നമുക്ക് പേപ്പറിൻ്റെ പൈപ്പ് എടുത്തിട്ട് ഈ മേളിൽ കുത്തി വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ, വേഗം നൊട്ടാൻ വേണ്ടി. പിന്നെ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്താണ് കേട്ടോ ഈ മരത്തിൻ്റെ ഈ ഇലകളും ഒക്കെ കാണിക്കാൻ വേണ്ടിയേ. ഇവിടെ മുകളിലത്തെ രണ്ട് സൈഡും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ പുണ്ണ് പിടിച്ച പോലെ ഗ്ലൂ ഗൺ വെച്ച് ഇത് കുഞ്ഞു ഗ്ലൂ ഗൺ ആയതുകൊണ്ട് ഉറപ്പായിട്ടും പുണ്ണ് പിടിച്ച പോലെ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചും കൊടുത്തു. പിന്നെ ഫുള്ള് വൈറ്റ് അടിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വഴി, ആ വഴിയുടെ താഴെയായിട്ടുള്ളിടത്ത് ഒരു വാസസ്ഥലം പോലെ, അങ്ങനെ ഒരു രീതി, ഒരു ചെറിയൊരു സീനറി കിട്ടുന്നൊരു രീതി തന്നെ. പിന്നെ ഇനി ഇതിൻ്റെ പേരിൽ ആരെങ്കിലും കേസ് കൊടുത്താൽ നമുക്കറിയത്തില്ല കേട്ടോ, പുറംപോക്ക് ഭൂമി എന്നൊക്കെ പറഞ്ഞ്. അതുകൊട്ടെ നമ്മുടെ പെയിൻ്റടി ഇവിടെ വറക്കട്ടെ. അപ്പോൾ അതേ മരത്തിനൊക്കെ ബ്ലാക്ക് അടിച്ചു. പിന്നെ അതേണ്ട നമുക്ക് ഈ ആ മേളത്തെ സാധനങ്ങൾക്കും ലൈറ്റായിട്ടൊന്ന് ബ്ലാക്ക് അടിച്ച് കൊടുക്കാമേ. പിന്നെ നമുക്ക് വേണ്ടിയത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ നമ്മൾ ഓൾറെഡി ഏലക്ക അടിക്കുന്ന പോലെ തന്നെ ആ ഏലക്കെല്ലാം അടിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ പക്ഷെ നമ്മൾ വേറൊരു പരിപാടി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, കണ്ടോ, പായലൊക്കെ പിടിച്ച പോലെ ഇല്ലേ, വഴിയിലൊക്കെ ആകുമ്പം പായലൊക്കെ ഇങ്ങനെ കിടക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കരം പച്ച വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതുകൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആകും. അപ്പം നമ്മുടെ വ്യൂ ഇന്ന് ഐറ്റം ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നിടം വരെ ടാറ്റാ.